Hey, all of you, please type എല്ലാരും. Good morning, Miss. Good morning. Good morning, Miss. Good morning. Miss. All of you, please type your attendance. Good morning, Miss. Good morning. Miss Max. Maths. ജയശ്രീ മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിപ്പിച്ചത്? റോമൻ ലെറ്റേഴ്സ് അല്ലേ? റോമൻ ലെറ്റേഴ്സ് അല്ലേ? Yes. യെസ്. റോമൻ ലെറ്റേഴ്സ് അറിയോ എല്ലാവർക്കും? Yes. Okay. All of you, please turn on your video. എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ. ജയശ്രീ മിസ് ഇന്ന് വന്നില്ല. മിസ് ലീവിലാ ഇന്ന്. അടുത്ത ക്ലാസ്സിൽ ജയശ്രീ മിസ് വരും. ഓക്കെ. ടെക്സ്റ്റ് ബുക്ക് നോട്ട്ബുക്കും എടുക്കുമോ എല്ലാരും ഒന്ന്? പേജ് നമ്പർ 100. 100 not 1. റോമൻ ന്യൂമറൽസ് അല്ലേ, റോമൻ ലെറ്റേഴ്സ് അല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്? എത്ര വരെ ഏതൊക്കെ നമ്പേഴ്സിന്റെ റോമൻ ലെറ്റേഴ്സ് നിങ്ങൾക്ക് അറിയാം? അപ് ടു 10 അറിയാവോ? എല്ലാവർക്കും അറിയാം. Okay, very good. Then I'm going to share my screen. Can you see your textbook here? Textbook കാണുന്നുണ്ടോ? Okay, then page 102 ആണ്. 102, page number 102. Then, okay, all of you, please unmute yourself. Sorry, mute yourself. എല്ലാരും ഒന്ന് മ്യൂട്ട് ആക്കോ, ഒന്നും കേൾക്കുന്നില്ല. Okay, all of you, please mute yourself. ചോദിക്കുമ്പോൾ മാത്രം അൺമ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ ആയോ? വോയിസ് ക്ലിയർ ആയോ? Yes. Okay, then we are studied about Roman numerals. Okay, then here is a table for you. There is some Roman numerals and their corresponding Hindu Arabic numerals. That is 1, 5, 10, 50, 100, 500 and 1000. Is it? ഒരു ടേബിൾ തന്നിട്ടില്ലേ? പേജ് നമ്പർ 102. ടേബിളിനകത്ത് എന്താ? കുറച്ച് നമ്പേഴ്സും കുറച്ച് റോമൻ നമ്പേഴ്സും അതിന് കറസ്പോണ്ടിങ് ആയ ഹിന്ദു അറബിക് നമ്പേഴ്സും തന്നിട്ടില്ലേ? ഏതൊക്കെയാ നമ്പേഴ്സ്? 1, 5, 10, 50, 100, 500 and 1000 അല്ലേ? അല്ലേ? ഓക്കെ, എനിക്ക് തോന്നുന്നു 1, 5, 10 ഈ നമ്പേഴ്സിന്റെ, ഈ റോമൻ നമ്പേഴ്സിന്റെ കറസ്പോണ്ടിങ് ആയ ഹിന്ദു അറബിക് നമ്പേഴ്സ് നിങ്ങൾക്ക് ഫെമിലിയർ ആണോ? എന്തോ?
ചെറുങ്ങനെ കേൾക്കുന്നുള്ളൂ. ആണോ? ഓക്കെ, ഞാൻ മാക്സിമം സൗണ്ടിൽ പറയാം. മോനും ഫോണിലെ മാക്സിമം സൗണ്ട് ഒന്ന് ഓൺ ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ് ടു 1000 വരെ, അതായത് 1000 വരെ എന്ന് പറയുമ്പോൾ 1, 5, 10, 50, 100, 500 ആൻഡ് 1000. ഈ നമ്പേഴ്സിന്റെ കറസ്പോണ്ടിങ് റോമൻ ന്യൂമറൽസ് അറിയാവോ എല്ലാവർക്കും? അറിയാവോ? Yes. Please show me some. Okay. Then there are some rules for you for writing the numbers. Can you see that? There are some rules are given for writing the numbers. Shall we discuss the rules? നമുക്ക് റൂൾസ് എന്താണെന്ന് നോക്കാം. Okay. Then here is your first rule. Repetition of numerals means addition. What is the repetition of numerals means? Repetition of numerals means? Miss. Yes. Addition. എന്തോ പറഞ്ഞോ? Hello, mute Miss. All of you please mute yourself. മിസ്സേ, ഞാൻ ഇപ്പൊ എത്ര ക്ലാസ് കയറിയത് കൊണ്ട് മിസ് പറയുന്നു കേട്ടില്ല. ഒന്നും കൂടി ഞങ്ങളൊന്നും പറഞ്ഞില്ലായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് റോമൻ ന്യൂമറൽസ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. വേണേലും ഒന്നുകൂടെ പറയാം. ലേറ്റ് ആയിട്ട് വന്നവര് അറ്റൻഡൻസ് മാർക്ക് ചെയ്യണേ. യെസ് മിസ്. ഓക്കെ ഓക്കെ, then yes, പറഞ്ഞോ? ആരാ വിളിച്ചത് മിസ്സിനെ? മിസ്റ്റർ സിദ്ധു അൺമ്യൂട്ട് ചെയ്യാനുള്ളതാ ഭയങ്കര ഡിസ്റ്റർബൻസ് തോന്നുന്നത്. ഓക്കെ, എല്ലാവരും ഒന്ന് അവരവരുടെ മൈക്ക് മ്യൂട്ട് ചെയ്തേ. എല്ലാവരും. ഇപ്പൊ ഡിസ്റ്റർബൻസ് പോയോ? ഓക്കെ, മിസ് ഇപ്പൊ വിഷയം മാത്സ് ആണോ? മാത്സ് ആണ്. ഇപ്പോ മാത്സിന്റെ അവർ അല്ലേ ഇത്? യെസ്. അപ്പോ ജയശ്രീ മിസ് റോമൻ ന്യൂമറൽസ് ആയിരുന്നു നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് ഒരു ടേബിൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റും. അതിനകത്ത് എന്താ വന്നിട്ടുള്ളത്? കുറച്ച് ഹിന്ദു അറബിക് ന്യൂമറൽസിന്റെ കറസ്പോണ്ടിങ് ആയ റോമൻ ന്യൂമറൽസ് തന്നിട്ടുണ്ട് അല്ലേ? വിച്ച് ആർ ദ നമ്പേഴ്സ്? ഏതൊക്കെ നമ്പേഴ്സിന്റെയാ? 1, 5, 10, 50, 100, 500 ആൻഡ് 1000 അല്ലേ? ഈ ടേബിളിനകത്ത് തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ കറസ്പോണ്ടിങ് റോമൻ ന്യൂമറൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവോ? എഴുതാൻ അറിയാവോ? പേജ് നമ്പർ എത്ര? പേജ് നമ്പർ 102, 102. ഇതുവരെ പേജ് നമ്പർ ഒന്നും എടുത്തില്ലേ? പേജ് ഒന്നും തുറന്നില്ലേ? വീഡിയോ കോൾ വിളിക്കുന്ന എന്താ നിങ്ങൾ എല്ലാവരും പണിയെടുക്കുന്ന? ഇവിടെ ആരും ഇവിടെ ശ്രദ്ധിക്കുന്നല്ലേ? എന്തോ? ആ വീഡിയോ കോൾ ഒക്കെ നമുക്ക് ക്ലാസ് കഴിഞ്ഞ് വിളിക്കാം. എല്ലാരും ഇവിടെ ശ്രദ്ധിക്കേ. റോമൻ ന്യൂമറൽസ്. ഓക്കെ, ഇവിടെ 1, 5, 10, 50, 100, 500. കേൾക്കുന്നില്ലോ. വോളിയം ഒന്ന് കൂട്ടി വെച്ച്. കോളിയും കൂട്ടി വെച്ചിട്ടന്നില്ലേ? വാട്ട് അബൌട്ട് അതേഴ്സ്? ബാക്കിയുള്ളവർ കേൾക്കുന്നുണ്ടോ? എന്തോ? കോള് വരുമ്പോ അങ്ങനെ തനിയെ അങ്ങനെ സൗണ്ട് പോ. Okay, listen here.
നമ്മള് റോമൻ ന്യൂമറൽസ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് റോമൻ ന്യൂമറൽസും അതിന് അതിന്റെ ഇടയിൽ ലൂസ് ടോക്കിന് പോകരുത്, ശ്രദ്ധിക്കുക. ഇവിടെ എന്താ എന്തേലും പറഞ്ഞോ? എല്ലാവരും ഒന്ന് മ്യൂട്ട് ആക്കുമോന്ന്. എല്ലാവരെയും ഞാൻ മ്യൂട്ട് ചെയ്യുവാണ്, അതിനുശേഷം അവര് തന്നെ അൺമ്യൂട്ട് ചെയ്യാണ്. ഞാനിപ്പോ കുറെ പ്രാവശ്യം എല്ലാവരും മ്യൂട്ട് ചെയ്തു. ഇനി ആരും ചോദിക്കുമ്പോൾ മാത്രം അൺമ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ. ദെൻ കുറച്ച് റോമൻ ന്യൂമറൽസും അതിന് കറസ്പോണ്ടിങ് ആയ ഹിന്ദു അറബിക് ന്യൂമറൽസും ആണ് നിങ്ങൾക്ക് ടേബിളിൽ തന്നിട്ടുള്ളത്. ഈ ടേബിളിൽ തന്നിരിക്കുന്ന നമ്പേഴ്സിന് കറസ്പോണ്ടിങ് ആയ റോമൻ ന്യൂമറൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവോ എഴുതാൻ? അറിയാമോ? അറിയാമെങ്കിൽ ഷോമിയോത്തം. എനിക്ക് ഇപ്പോഴേ ക്ലാസ് കട്ടായി പോയി, എന്താ പറഞ്ഞെന്നൊന്നും കൂടി പറയുവോ? ഓക്കെ, നമ്മൾ കൂടുതലൊന്നും പറഞ്ഞില്ല. ഇതുപോലെ ഒരാൾ ലേറ്റ് ആയിട്ട് വരുമ്പോ ഈ ഒരു ടേബിൾ മാത്രമാണ് ഇതുവരെ ആയിട്ട് പറഞ്ഞത്. ഇത് നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. Then all of you please listen here. Roman numerals. Okay, you can see there is a table given in your textbook, page number 102. പേജ് നമ്പർ 102 ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിൽ എന്താ ഉള്ളത്? കുറച്ച് റോമൻ ന്യൂമറൽസും അതിന് കറസ്പോണ്ടിങ് ആയ കുറച്ച് ഹിന്ദു അറബിക് ന്യൂമറൽസും തന്നിട്ടുണ്ട്. കണ്ടോ? അത് കണ്ടോ? ഓക്കെ. അതിനകത്ത് ഏതൊക്കെ നമ്പേഴ്സ് ആ തന്നിട്ടുള്ളത്? 1, 5, 10, 50, 100, 500 and 1000 അല്ലേ? ഈ 3 നമ്പേഴ്സിന്റെ കറസ്പോണ്ടിങ് ആയ റോമൻ ന്യൂമറൽസ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ റോമൻ ന്യൂമറൽസ് നിങ്ങൾക്ക് ഫെമിലിയർ ആണോ? ഇത്രയും നമ്പേഴ്സിന് കറസ്പോണ്ടിങ് ആയ റോമൻ ന്യൂമറൽസ് നിങ്ങൾക്ക് ഫെമിലിയർ ആണോ? How many of you? Please show me a thumb if you are okay. Okay. Please show me a thumb. Okay. Okay. I think all of you are okay with the representation of these numbers in Roman numerals, is it? Roman numerals le എഴുതാൻ okay അല്ലേ ഈ numbers? Yes. Okay. Then ഈ representation വെച്ച് നമ്മൾ വലിയ നമ്പേഴ്സിനെ റോമൻ ന്യൂമറൽസിലേക്ക് ചേഞ്ച് ചെയ്ത് എഴുതാൻ പോവാ. കുറെ നമ്പേഴ്സിനെ റോമൻ ന്യൂമറൽസിലേക്ക് ചേഞ്ച് ചെയ്ത് എഴുതാൻ വേണ്ടി പോവാണ് നമ്മള്. ഓക്കെ. അതിനായിട്ട് there are some rules for you. Rules for writing the numbers. ഈ നമ്പേഴ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് എന്താണെന്ന് നമുക്ക് പഠിച്ചാലോ? Shall we start? പഠിക്കാം. Here is your first rule. Repetition of numerals means addition. നമ്മള് റോമൻ ന്യൂമറൽസ് എഴുതുമ്പോ ഏതെങ്കിലും ഒരു ന്യൂമറല് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നേ? റിപ്പീറ്റേഷൻ ഓഫ് ന്യൂമറൽസ് മീൻസ് അഡീഷൻ. റിപ്പീറ്റ് ചെയ്ത് ന്യൂമറൽസ് വരുന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് പറയുന്നത്? അവിടെ അഡീഷൻ ആയിരിക്കും. ഓക്കെ ആണോ? Repetition of numerals means addition. For example, how will you represent 3 in Roman numerals? 3 നമ്മൾ എങ്ങനെയാ റോമൻ ന്യൂമറൽസിൽ റെപ്രസെന്റ് ചെയ്യുന്നേ? How will you represent 3 in Roman numerals? 3i. Okay, 3 times 1, is it? I. Okay, this is Roman numeral corresponding to 3, is it? Okay, then what is the Roman numeral corresponding to 1? 1. This is 1. And 1. corresponding to this is 2. Is it? 2. We have to write 2 ones for writing 2. In this,
while writing 2 രണ്ടിന്റെ അതായത് 2ന്റെ റോമൻ ന്യൂമറൽ എഴുതുമ്പോ അവിടെ how many times we use 1 എത്ര തവണ നമ്മൾ 1 യൂസ് ചെയ്യുന്നുണ്ട് 2 times യൂസ് ചെയ്യുന്നുണ്ട് അപ്പോ ഇവിടെ 1 + 1 ആണ് മനസ്സിലായോ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോ നമ്മൾ യൂസ് ചെയ്യുന്നത് അഡീഷൻ ഓക്കേ അതുപോലെ തന്നെ 3യുടെ കേസിൽ നോക്ക് how many ones are there 3 times 3 times നമ്മള് ഏത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് 1 3 times റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം 3 times 1നെ ആഡ് ചെയ്യണം 1 + 1 + 1 അതല്ലേ 3 അതല്ലേ 3 യെസ് ഓക്കെ അപ്പൊ നമ്മള് റോമൻ ന്യൂമറൽസ് എഴുതുമ്പോ ഏതെങ്കിലും ഒരു നമ്പർ റിപ്പീറ്റ് ചെയ്ത് വന്ന എന്ത് ചെയ്യണം അവയെ തമ്മില് ആഡ് ചെയ്യണം നമ്മള് എന്താ പറഞ്ഞത് ഏതെങ്കിലും ഒരു റോമൻ ന്യൂമറൽസ് എഴുതുമ്പോ അതിനകത്ത് ഏതെങ്കിലും ഒരു ന്യൂമറൽ റിപ്പീറ്റ് ചെയ്ത് വരുവാണെങ്കിൽ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേ ആ നമ്പേഴ്സ് ആ ന്യൂമറൽസ് ആഡ് ചെയ്യണം അല്ലേ എല്ലാരും ഉറങ്ങിയോ Are you all sleeping? Okay. Then in this way you can see there is some examples given for you in your textbook. Miss എന്തോ മിസ് ഇപ്പൊ പറഞ്ഞത് ഒന്നും കൂടി പറഞ്ഞു തരുമോ ഒന്നുകൂടെ പറയണം പറഞ്ഞു തരാം നമ്മുടെ ഫസ്റ്റ് റൂൾ എന്താ റൂൾ ഫോർ റൈറ്റിംഗ് ദ നമ്പേഴ്സില് ഫസ്റ്റ് റൂൾ നോക്കിയേ പേജ് നമ്പർ 102 repetition of numerals means addition repetition of numerals means addition അപ്പോ ന്യൂമറൽസ് റിപ്പീറ്റ് ചെയ്താൽ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത് ആഡ് ചെയ്യണം വണ്ണിനും 2നും 3ക്കും കറസ്പോണ്ടിങ് ആയ റോമൻ ന്യൂമറൽസ് എഴുതി 2ന്റെ കേസിൽ 1 എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് 2ന്റെ കേസിൽ 1 എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു അതുകൊണ്ട് നമുക്ക് എഴുതാം 2 times 1 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് സോ 1 + 1 1 + 1 അല്ലേ 2 yes yes similarly in the case of 3 how many times 1 is repeated 3 times that is 1 + 1 + 1 3 times we are getting 1 then we will get the answer 3 മിസ് എല്ലാരോടും ഒന്ന് മ്യൂട്ട് ആക്കാൻ പറയോ ഞാൻ എല്ലാരും മ്യൂട്ട് ചെയ്യാം എന്തോ പറഞ്ഞോ എനിക്ക് നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു ഓക്കെ ഓക്കെ ഇപ്പഴാ കേറിയില്ല ആ സാരമില്ല ഒന്ന് മ്യൂട്ട് ചെയ്തോ മോൻ ഞാൻ ഒന്നുകൂടെ പറയാം ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാല് നമ്മൾ റോമൻ ന്യൂമറൽസിൽ ഏതെങ്കിലും ന്യൂമറൽസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അവിടുത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അഡീഷൻ ആയിരിക്കും ഫോർ എക്സാമ്പിൾ യു ക്യാൻ സീ ഹിയർ ദ റോമൻ numeral corresponding to 3 is this is the Roman numeral corresponding to 3 അല്ലേ 3 നമ്മൾ റോമൻ ലെറ്ററിൽ ഇങ്ങനെയല്ലേ എഴുതുന്നത് yes yes ഇവിടെ how many ones are there here how many ones 3 times അല്ലേ 3 times നമ്മൾ ഇവിടെ 1 എഴുതുന്നു അപ്പോ 3 times 1 എന്ന് പറഞ്ഞാൽ എത്രയാ we have to add 1 3 times 1 + 1 + 1 what is the value of 1 + 1 + 1 3 is equal to 3 അതായത് നമ്മൾ ഒരു റോമൻ ന്യൂമറൽസ് എഴുതുമ്പോ അതിനകത്ത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ന്യൂമറൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അവയെ ആഡ് ചെയ്യണം ക്ലിയർ ആയോ yes yes this is our first rule okay yes ഇനി ഈ റൂൾസിൽ തന്നെ there are some conditions given for you എന്താ കണ്ടീഷൻസ്
while 1, 10 and 100, 1, 10, 100 and 1000 can be repeated. Numerals എന്തോ I think അത് മോന്റെ നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാം ഓക്കെ ആണ്. ഓക്കെ, Please note all of you. Yes, clear ഇല്ല. ഓക്കെ. വാട്ട് അബൌട്ട് അതേഴ്സ്? ക്ലിയർ ആണോ? Yes, yes. ഓക്കെ. Mute ചെയ്യുന്നോണ്ടാണ് ക്ലിയർ ഇല്ലാത്ത. ഓക്കെ, ദെൻ ഇവിടെ ഈ റൂളിന്റെ അകത്ത് തന്നെ നമുക്കൊരു സെക്കൻഡ് കണ്ടീഷൻ തന്നിട്ടുണ്ട്. എന്താ അത്? while repetition of numerals means addition, while 1, 10 and what is the corresponding C? It is 100. That is 1, 10, 100 and 1000 can be repeated. ഏതൊക്കെ നമ്പേഴ്സ് ആണ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നത്? 1, 5, 1, 10, 100 and 1000. ഈ നമ്പേഴ്സ് മാത്രമേ റിപ്പീറ്റ് ചെയ്യാൻ പാടുള്ളൂ. Yes, Hasna. Hasna, please. മിസ്സേ ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നു. മോളെ അത് മോളുടെ നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഒന്ന് നെറ്റ്വർക്ക് സ്റ്റേബിൾ ആയ ഒരു സ്ഥലത്തേക്ക് ചേഞ്ച് ചെയ്തിരിക്കാവോ? ഇവിടെ നെറ്റ് കിട്ടില്ലോ. ആണോ? ഒന്ന് ശ്രമിച്ചു നോക്ക്. നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. കാരണം ഇവിടെ എന്തോ പറഞ്ഞോ? ക്ലാസ് ഇടയ്ക്ക് വെച്ച് കട്ടായി പോവുക. മോളെ അത് മോളുടെ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. ഇവിടെ ഒന്നും ഇവിടുത്തെ നെറ്റിനൊന്നും പ്രശ്നമില്ല. ബാക്കിയുള്ളവർക്കൊക്കെ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ, ഒന്ന് ശ്രമിച്ചു നോക്ക്. നെറ്റ്വർക്ക് ഇങ്ങനെ കണക്ഷൻ പോകുന്നതായിരിക്കും, കണക്ഷൻ അൺസ്റ്റേബിൾ ആയതായിരിക്കും പ്രശ്നം. ഒന്ന് ശ്രദ്ധിക്കേട്ടോ. തീരെ കേൾക്കുന്നില്ലെങ്കിൽ മോൾ എന്ത് ചെയ്യുക? വീഡിയോ ഓഫ് ചെയ്ത് വെക്കും. വീഡിയോ ഓഫ് ചെയ്ത് വെക്കുമ്പോൾ വലിയ പ്രശ്നം വരില്ല. ഓക്കെ, ഓക്കെ. Are you okay? Yes. Okay. Then we are discussing about rules for writing the numbers. First rule was repetition of numerals means addition. Numerals repeat ചെയ്ത് വരുമ്പോൾ എന്ത് ചെയ്യണം? അവയെ ആഡ് ചെയ്യണം. Then എന്തോ സ്ക്രീൻ കാണുന്നില്ല. സ്ക്രീൻ കാണുന്നില്ല. ഞാൻ ഒരിക്കൽ കൂടി സ്റ്റോപ്പ് ഷെയർ ചെയ്ത് ഷെയർ ചെയ്യാം. ഇപ്പൊ കാണാവോ? All of you? Can you see the screen? Yes. Yes. Okay. Then what is the rule for writing the numbers? First one. First rule is repetition of numerals means addition. Numerals repeat ചെയ്ത് വരുമ്പോൾ നമ്മൾ ഏത് ഓപ്പറേഷൻ ചെയ്യണം? അവിടെ addition ചെയ്യണം, അല്ലെങ്കിൽ ആ ന്യൂമറൽസ് തമ്മിൽ ആഡ് ചെയ്യണം. ഇനി ഇങ്ങനെ ആഡ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഏതൊക്കെ ന്യൂമറൽസ് ആണ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത്? ഏതൊക്കെ ന്യൂമറൽസ് ആണ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത്? 1, 10, 100 and 1000. ഈ 4 ന്യൂമറൽസിനെ മാത്രമേ നമ്മൾ റിപ്പീറ്റേഷനിൽ ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഏതൊക്കെയത്? 1, 10, 100 and 1000. ഓക്കെ ആണോ? ഏതൊക്കെ നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ? 1, 10, 100 and 1000. 1, 10 and 1000. all of you please mute. 12 and 1000. എല്ലാവരും മ്യൂട്ട് ചെയ്യോ? ഞാൻ മ്യൂട്ട് ചെയ്യുന്നുണ്ട് മോനെ. ഞാൻ മ്യൂട്ട് ചെയ്യും, അവര് വീണ്ടും അൺമ്യൂട്ട് ചെയ്യും. അതാണ് സംഭവിക്കുന്നത്. ഓക്കെ, എല്ലാവരും
മ്യൂട്ട് ചെയ്ത് തന്നെ വെക്കുക. അതിന് നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ മാറ്റുകയാണ്. വേണമെങ്കിൽ ഞാൻ മാറ്റിത്തരാം. ഓക്കെ. Then repetition of numerals means addition. While 1, 10, 100 and 1000 can be repeated. Repeat ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഏതൊക്കെയാ? 1, 10, 100 and 1000. ഇനി വേറെയും കുറച്ച് നമ്പേഴ്സ് നമ്മൾ ടേബിളിൽ ഉണ്ടല്ലോ. ഏതൊക്കെയത്? 5, 50 and 500. Then 5, 50 and 500 cannot be repeated. Okay. അപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് 1, 10, 100 and 1000, and the numbers which cannot be repeated are 5, 50 and 500. Okay. If you are okay, please show me your thumb. Okay. Latecomers, please type your attendance in chat box. Okay. Then we have studied our first rule. Our first rule is repetition of numerals means addition. While 1, 10, 100 and 1000 can be repeated, but numerals 5, 50 and 500 cannot be repeated. 1, 10, 100, 1000 ഈ 4 നമ്പേഴ്സ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? റിപ്പീറ്റേഷൻ അലൗഡ് ആണ്. പക്ഷെ 5, 50 and 500 റിപ്പീറ്റേഷൻ അലൗഡ് അല്ല. ഓക്കെ ആണോ? Okay. Then you can see there is some examples for you. Is it? Is it? Can you see your examples in your textbook? Can you see them? First one is, what is the number corresponding to, what is the Hindu Arabic number corresponding to this Roman numeral? I'm just writing. Okay. What is the number corresponding to this Roman numeral? You can unmute yourself now. 3. Okay. 3. Then what about this number? 20. 20. 20. 20. 20 is equal to 20. because there are two tens are repeated. While repetition we have to add them. Okay. Then what about this number? What about 300. it is 300, is it? We know that 100. So here is 3 times 100. So we can write it as 300. Is it clear for you? Yes. Okay. Then what is this number indicates? What is this number indicates? 40. It is 40. 40 times 10 are repeated, is it? 40. Yes. Then what about this number? What about this number? 200. 200. Okay. 200. Can you write it as? Is this representation is correct? Which is the number? Hello, teacher. Hello. Which is the number? 5. 55. Is it 55? What we have studied in our room? 5, 50 and 500 cannot be repeated. 50, 500 വരുമ്പോൾ നമുക്ക് നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? പാടില്ല. That was our rule. Only 1, 10, 100 and 1000 can be repeated.
മ്യൂട്ട് ആക്കി. ഇനി നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ വെച്ചിട്ടില്ല. ഇനി ആവശ്യം വരുമ്പോൾ ഞാൻ അൺമ്യൂട്ട് ചെയ്യാം. ഓക്കെ, യു ക്യാൻ ടൈപ്പ് യുവർ doubts in chat box also. So we have studied about the rule. What was our rule? Repeating numerals means addition, but in that case we have only allowed to repeat which numbers? 1, 10, 100 and 1000. Okay, ഇനി ആ ടേബിളിൽ വേറെ ഏതൊക്കെ നമ്പേഴ്സ് കൂടി ഉണ്ട്? 5 ഉണ്ട്, 500 ഉണ്ട്, 50 ഉണ്ട്. 5, 50 and 500. ഈ മൂന്ന് നമ്പേഴ്സും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു റോമൻ ന്യൂമറൽസ് നമ്മൾ എഴുതാറില്ല. ഓക്കെ ആണോ? Is it okay? Okay. Then you can see there is another example for you. Sorry, another rule for you. The second one. A smaller numeral written to the right of a numeral of greater value means addition. Okay, എന്താ പറഞ്ഞത്? A smaller numeral written to the right of a numeral greater value means addition. ഇതെന്താ? ഇത് സ്ക്രീൻ മുഴുവൻ വരച്ചിടുവാണോ? ഓക്കെ, സെക്കൻഡ് വന്നിട്ടുള്ള റൂൾ എന്താണെന്നറിയോ? നമുക്ക് ഏതെങ്കിലും ഒരു ന്യൂമറലിന്റെ റൈറ്റ് സൈഡിലായിട്ട് ചെറിയ ന്യൂമറൽസ് വന്നാല് എന്ത് ചെയ്യണം? അത് ആഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, how will you write 6 in Roman numeral? How will you write 6 in Roman numeral? Is it 6? Yes, we know that first numeral is 5 and the second numeral is 1. ഈ കേസില് റൈറ്റ് സൈഡിലെ ന്യൂമറൽ ഏതാ? 1 അല്ലേ? റൈറ്റ് സൈഡിലെ ന്യൂമറൽ 1 അല്ലേ? യെസ്. ഈ റൈറ്റ് സൈഡിലെ ന്യൂമറല് 5-നേക്കാളും ചെറുതല്ലേ? 5 അല്ലേ 1-നേക്കാൾ വലുത് അല്ലേ? Please show me a thumb if you're okay. All of you, if possible, please turn on your video. Okay. In this case, we know that the second number or the numeral in right hand side or right side is less than our numeral in left side. അല്ലേ? 5 എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലും 1 എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലും ആണുള്ളത്. റൈറ്റ് സൈഡിലെ ന്യൂമറൽ ആയ 1 എന്താ? 1 ലെഫ്റ്റ് സൈഡിലെ ന്യൂമറലിനെക്കാളും ചെറുതാണ്. ഫസ്റ്റ് ന്യൂമറൽ ആണ് വലുത്, സെക്കൻഡ് ന്യൂമറൽ ആണ് വലുത്. ഇങ്ങനത്തെ കേസില് നമ്മൾ എന്ത് ചെയ്യണം? ഇവയെ ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് 5 plus 1 is 6. 5 plus 1 is equal to 6. Clear ആണോ? If it is clear, please show me a thumb. Okay. Then how will you write 8 in Roman numeral? How will you write 8 in Roman numeral? നമ്മൾ എങ്ങനെ 8 എഴുതുക? എങ്ങനെയാ നമ്മൾ 8 എഴുതുക? How will you write? Is it 8? Is it 8? No, this is 6. And this is 8. നമ്മൾ 8-നെ എങ്ങനെയാ റോമൻ ന്യൂമറൽ എഴുതിയത്? After 5 there are 3 ones, is it? And we know that all of the 3 ones are less than our first numeral, which is 5. ആദ്യം വന്ന അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള 5-നേക്കാളും ചെറുതാണ് എല്ലാ ന്യൂമറൽസും. റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള എല്ലാ ന്യൂമറൽസും. റൈറ്റ് ഹാൻഡ് സൈഡിലെ ന്യൂമറൽ ചെറുതാണെങ്കിൽ നമ്മൾ എന്താ റൂള് പഠിച്ചത്? നമ്മൾ എന്ത് ചെയ്യണം? ന്യൂമറൽസിനെ എല്ലാം ആഡ് ചെയ്യണം അല്ലേ? Please stop drawing in your screen.
So in this case നമ്മൾ എന്ത് ചെയ്യുന്നു? First one is 5 and there are 3 ones are present. That is 5 plus 1 plus 1 plus 1. That is 8. Clear ആണോ? Second rule clear ആണോ? ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ how will you write 7 in Roman numeral? 7 or this is the representation of 7 in Roman numeral. In this case what happened? ഈ കേസിൽ എന്താ സംഭവിച്ചത്? റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള നമ്പേഴ്സ് എന്താ? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള നമ്പറിനേക്കാളും ചെറുതല്ലേ? 5നേക്കാൾ ചെറുതല്ലേ 1? അല്ലേ? You can show me your thumb. If you have any doubts, please you can please ask. I am going to unmute yourself. Okay, if you have any doubt in this, please unmute and ask. No. Okay. No, miss. Okay. Okay. No, miss. എന്തോ? ചെറിയാക്കാം. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ വന്നാലോ? ചെറിയാക്കാൻ ലെഫ്റ്റ് സൈഡിൽ വരുമ്പോ എന്താ ചെയ്യേണ്ടതെന്നാണ് നമ്മുടെ തേർഡ് റൂള്. സെക്കൻഡ് റൂള് പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് തേർഡ് റൂള് നോക്കാം. അപ്പൊ നിങ്ങള് ചെറിയ നമ്പർ റൈറ്റ് സൈഡിൽ വന്നാലുള്ള റൂള് ക്ലിയർ ചെയ്യോ? റൈറ്റ് സൈഡിൽ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ആഡ് ദം അല്ലേ? അതിന് ആഡ് ചെയ്യല്ലേ വേണ്ടത്? ഓക്കെ. ദെൻ നമുക്ക് ഇപ്പൊ ചോദിച്ചതുപോലെ റൈറ്റ് സൈഡിലാണ് ചെറിയ നമ്പർ വന്നെന്ന് വിചാരിച്ചോ, എന്ത് ചെയ്യണം? ഏതാ നമ്പർ? Writing this number here. What is the number? 4. 4 അല്ലേ? 4 അല്ലേ ഈ നമ്പർ? അപ്പോ ഇവിടെ എന്താ വന്നത്? ഫസ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് ചെറിയ നമ്പർ വന്നത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ചെറിയ നമ്പർ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ചെറിയ നമ്പർ റൈറ്റ് ഹാൻഡ് സൈഡിലാകുമ്പോ നമ്മൾ ആഡ് ചെയ്യാം. ചെറിയ നമ്പർ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാകുമ്പോ സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ. ദെൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരട്ടെ? Okay. Then exercise 2.5 first two questions 64 and 19. അതിനെ റോമൻ ന്യൂമറൽ എന്തോ? എല്ലാരും